ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള റാഗി കൊണ്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും രക്തക്കുറവുള്ളവർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും നമ്മുടെ എല്ലിനും പല്ലിനും ബലം കിട്ടാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും ഒക്കെ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. റാഗി കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത്. ഈ റാഗി ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഷുഗർ ഉള്ളവർ ഈ വൈറ്റ് റൈസ് എടുക്കുന്നതിനേക്കാളും നല്ലത് ചുവന്ന അരി, അതായത് നവര അരി എടുക്കുന്നതാണ് നല്ലത്. റാഗിയും നവര അരിയും കൊണ്ടുള്ള ഒരു ഇഡ്ലി ബാറ്റർ തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഉലുവയാണ്. ഇനി ഇതെല്ലാം വെള്ളം തെളിയുന്നത് വരെ ഒരു 5-6 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഞാനിത് വെള്ളം തെളിയുന്നത് വരെ ഒരു 5-6 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കുതിർന്ന് കിട്ടാനായിട്ട് ഒരു 6 മണിക്കൂർ ഇവിടെ അടച്ചു വെക്കുകയാണ്. 6 മണിക്കൂറിന് ശേഷം ഇതിൽ അരിയും റാഗിയും ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതൊരു 3 ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഇനി ഇതെല്ലാം അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ ഒരു അളവിലാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിതെല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങളിതൊരു വലിയ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് വെക്കുക കേട്ടോ. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ അരച്ചെടുക്കുക. റാഗി കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനിത് മുഴുവനും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഈ മിക്സിയുടെ ജാറൊന്ന് ചുറ്റിച്ചതിന് ശേഷം ആ വെള്ളവും ഈ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനൊരു 10 മിനിറ്റ് നേരം ഈ തവി കൊണ്ട് ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. തവി കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താലും ഈ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങിക്കിട്ടും. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് നന്നായിട്ട് ഫെർമെൻ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 8 മണിക്കൂർ നേരം അടച്ച് വെക്കാം. 8 മണിക്കൂറിന് ശേഷം ഈ മാവ് നന്നായിട്ട് തന്നെ ഫെർമെൻ്റായി കിട്ടും. കണ്ടോ, 8 മണിക്കൂറിന് ശേഷം ഈ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ പാത്രത്തിൻ്റെ അടപ്പിലുള്ള മാവൊക്കെ ഈ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. മാവ് നന്നായിട്ട് ബബിൾസൊക്കെ വന്നിട്ട് നന്നായിട്ട് തന്നെ ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. മാവ് ഇതുപോലെ ഡബിൾ സൈസായി വരുന്നത് കൊണ്ടാണ് മാവ് ഒഴിച്ച് വെക്കുമ്പോൾ വലിയൊരു പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് വെക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്കൊരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 3 വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഇഞ്ചിയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ 2 മിനിറ്റ് നേരം വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ സവാള നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
ഇപ്പോൾ ഈ സവാള നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്തതും 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വെന്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷവും ഈ മഞ്ഞളിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം 2 പൊട്ടാറ്റോ നന്നായി വേവിച്ചിട്ട് ഉടച്ചെടുത്തതിന് ശേഷം അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പൊട്ടാറ്റോ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മസാലയുമായി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഷുഗർ ഉള്ളവർക്ക് പൊട്ടാറ്റോക്ക് പകരം പയറോ കടലയോ വേവിച്ചതിന് ശേഷം ഇതുപോലെ ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ചിക്കനോ മട്ടനോ ബീഫോ കൊണ്ടുള്ള ഫില്ലിങ്ങും ഇതിലേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പൊട്ടാറ്റോ ഈ മസാലയുമായി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു ക്യാരറ്റ് വേവിച്ചത് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കായപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഞാൻ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഫില്ലിങ് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സുകളിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഗ്ലാസ്സിൽ നിന്ന് പെട്ടെന്ന് ഇളകി പോരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഗ്ലാസ്സുകളിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. ഗ്ലാസിൻ്റെ ഒരു 1/4 ഭാഗമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. മാവ് ഇത്രയും ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് ചൂടാറിയിട്ട് വന്ന പൊട്ടാറ്റോ മസാല കൈകൊണ്ട് എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഈ മാവിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലേക്ക് വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കുക. ഇതിലെ ഫില്ലിങ് കവറാവുന്ന രീതിയിൽ മാവ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഗ്ലാസ്സിൽ നിറയെ മാവ് ഒഴിച്ചു കൊടുക്കരുത്. ഒരു 1/4 ഭാഗമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സുകളിലൊക്കെ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിന് മുകളിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കുക. ഈ തട്ടിന് മുകളിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച ഗ്ലാസ്സുകൾ ഇറക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. നിങ്ങളുടെ അടുത്ത് ഗ്ലാസ്സിന് പകരം സ്റ്റീലിൻ്റെ മറ്റെന്തെങ്കിലും പാത്രങ്ങളുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇത് വെന്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്ക്യൂർ വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതൊരു 5 മിനിറ്റ് കൂടി അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കൈകൊണ്ടൊന്ന് തൊട്ട് നോക്കിയാൽ മതി. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്നും എടുത്ത് മാറ്റാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് വരണം. ഇത് പെട്ടെന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ഗ്ലാസ്സുകൾ അതിൽ ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് ചൂടാറാനായിട്ട് വെള്ളത്തിൽ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സുകളിൽ നിന്നും ഇളക്കിയെടുക്കാം. ഇതുപോലെ ഇളകി പോരുന്നില്ലെങ്കിൽ ഒരു കത്തി കൊണ്ട് ഈ ഗ്ലാസിൻ്റെ സൈഡിലൂടെ ഒന്ന് ഓടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് വിട്ടു പോന്നോളും. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ഇളകി പോന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ഇളക്കിയെടുക്കുക. അപ്പോൾ ഞാനിത് മുഴുവനും ഡീമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റാണ്, കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെയാണിത്. ഉള്ളിൽ ആ സ്റ്റഫിങ് കൂടി വരുമ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാനായിട്ട് വേറെ കറികളുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇനി കറി നിർബന്ധമുള്ളവർക്ക് ഒരു കോക്കനട്ട് ചട്നി കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പം നമുക്കിവിടെ സ്റ്റഫ്ഡ് ഇഡ്ഡലി റെഡിയായി കിട്ടിയിട്ടുണ്ട്.
ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ ഇത് കണ്ടോ, കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. ഇതുപോലത്തെ ഒരു വ്യത്യസ്തമായ ബ്രേക്ക്ഫാസ്റ്റ് കാണുമ്പോൾ അവരത് മുഴുവനായിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഷുഗർ ഉള്ളവരും കൊളസ്ട്രോൾ ഉള്ളവരും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരുമൊക്കെ ഒരു നേരമെങ്കിലും റാഗി കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഷുഗറും കൊളസ്ട്രോളും അമിതവണ്ണവും കുറഞ്ഞു കിട്ടും. അപ്പോൾ റാഗി കൊണ്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്